കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണയായിട്ട് ഞാൻ ഈ ഒരു രീതിയിലല്ല ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് സ്ലൈഡ്സുകൾ ഉപയോഗിച്ചാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ചെറിയ മോൾ ഉറങ്ങുന്ന സമയത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ പല വീഡിയോസിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ അവളുടെ സൗണ്ടും അവളുടെ കൊലുസിന്റെ കിലുക്കങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം മിക്കപ്പോഴും ഞാൻ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്ന അവളെ ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന്റെ സ്ലൈഡ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചതെല്ലാം മിസ്സായി പോയായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് വിചാരിച്ചു എന്നാൽ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ക്ലാസ് എടുക്കാന്നുള്ളത്. ആക്ച്വലി ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല ക്ലാസ്. എന്തായാലും ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ പാർട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല. ആക്ച്വലി ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓൺ ആക്കാൻ മറന്നുപോയി. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗംഭീരമായിട്ട് ക്ലാസ് ഒക്കെ എടുത്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ക്ലാസ് എടുത്തതിൽ. പക്ഷെ സൗണ്ട് ഇല്ല. വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയപ്പോൾ വേണ്ട, അത് ശരിയാവില്ല എന്ന് തോന്നി. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു സജഷൻ ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ നോർമലി ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാറില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അടച്ചു വെച്ചിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് അവരോട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയുന്നത്. അപ്പം പഠിപ്പിച്ചു കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട്, അല്ലെങ്കിൽ സ്ലൈഡ്സുകൾ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണോ എന്ന് കംഫർട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്